ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എസ് പി ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബേസിക് C++ പ്രോഗ്രാമുകളാണ് പരിചയപ്പെടുന്നത്. എങ്ങനെ ഒരു വേരിയബിൾ അഥവാ മെമ്മറി ക്രിയേറ്റ് ചെയ്യാം, അതിലേക്ക് എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം, അതെങ്ങനെ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാം, രണ്ട് നമ്പറുകളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീനി ഓപ്പൺ ചെയ്യാം. വിൻഡോസിൽ എങ്ങനെ ജീനി ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ മോണിറ്ററിൽ കാണുന്നതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. അപ്പോൾ നമുക്കൊരു ഫയൽ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യാം. ഇതിനാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ അൺടൈറ്റിൽഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫയലിനൊരു പേര് കൊടുക്കാം. ഫയലിൽ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള C++ എന്നുള്ള ഫോൾഡർ ഡെസ്ക്ടോപ്പിലാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. age.cpp എന്നുള്ള എക്സ്റ്റൻഷൻ കൂടെ കൊടുത്താലേ നമ്മുടെ പ്രോഗ്രാം C++ പ്രോഗ്രാം ആവുകയുള്ളൂ. AG എന്നാണ് നമ്മുടെ ഈ ഒരു പേജിന് ഞാൻ കൊടുക്കുന്ന പേര്. നമുക്ക് ഈ സ്ട്രക്ചർ ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. AG എന്നുള്ള പുതിയ പേജിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഈ ഒരു പ്രോഗ്രാമിൽ ഒരാളുടെ ഏജ് എൻ്റർ ചെയ്യാനും അത് ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനും ആ ഒരു വാല്യൂ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ ചെയ്യാം. ഇൻറ്റ് ഏജ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ഇതാണ്. ഏജ് എന്നുള്ളൊരു മെമ്മറിയുടെ പേരാണ് ഏജ്. അതിൽ ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ ആ ഏജ് എന്നുള്ള മെമ്മറിയിൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളാണ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുക ആണ് മീനിങ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മുകളിൽ റെഡിയാക്കിയിട്ടുള്ള ഏജ് എന്നുള്ള മെമ്മറിയിൽ 18 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. cout your age is ഏജ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം cout എന്നത് മോണിറ്ററിനെ സൂചിപ്പിക്കുന്നു. മോണിറ്ററിൽ യുവർ ഏജ് ഈസ് എന്നുള്ള ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് അതുപോലെ ഡിസ്പ്ലേ ആവും. അതിനുശേഷം ഏജ് എന്നുള്ള മെമ്മറിത്തെ വാല്യൂ ഡിസ്പ്ലേ ആവും. ഇതാണ് ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. ആദ്യം ഞാൻ കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു. പ്രോഗ്രാമിൽ എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പ്രോഗ്രാമിൽ എററുകൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. എറേഴ്സൊന്നും ഈ ഒരു പ്രോഗ്രാമിലില്ല. നമുക്ക് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കാം. നമുക്കിവിടെ കാണാം യുവർ ഏജ് ഈസ് 18 എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ 18 എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഏജ് എന്നുള്ള വേരിയബിൾ അഥവാ മെമ്മറിയിൽ നിന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതാണ്. പ്രോഗ്രാമും ഔട്ട്പുട്ടും കൂടെ നമുക്കൊന്നുകൂടെ നോക്കാം. ഏജ് എന്നുള്ള മെമ്മറി ഉണ്ടാക്കി. ഏജിൽ 18 എന്നുള്ള ഏജ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. cout മോണിറ്ററിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യും? ഈ ഒരു ഭാഗത്തുള്ള കാര്യങ്ങളാണ് ഡിസ്പ്ലേ ചെയ്യുക. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുക. അതിനുശേഷം ഏജ് എന്നുള്ള മെമ്മറിത്തെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം തന്നെ ഞാൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു cout സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നുണ്ട്. എൻ്റർ യുവർ ഏജ്. നമ്മളോടൊരു മെസ്സേജ് തരികയാണ്, നിങ്ങളുടെ ഏജ് എൻ്റർ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് തരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഏജ് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കൊടുക്കും. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അതേ സമയത്ത് ആ വാല്യൂ ഏജ് എന്നുള്ള മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ ഏജ് എൻ്റർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതാണ് വ്യത്യാസം. ഇവിടെ ശ്രദ്ധിക്കുക, cout സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗം ഞാൻ നേരത്തെ കാണിച്ചു തന്നു. എൻ്റർ യുവർ ഏജ് എന്നുള്ള ഈ ഒരു വാല്യൂ അതേപോലെ മോണിറ്ററിൽ കാണിക്കും. ഇത് കാണിക്കുന്ന സമയത്ത് നമ്മളൊരു ഏജ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. കീബോർഡിലൂടെയാണ് എൻ്റർ ചെയ്യുക. ആ കീബോർഡിനെയാണ് cin എന്ന് പറയുന്നത്. cout മോണിറ്ററാണ്, c എന്ന് പറഞ്ഞ കീബോർഡാണ്. കീബോർഡിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു നമ്പർ ഏജ് എന്നുള്ള ഈ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മെമ്മറിയിൽ സ്റ്റോർ ആവുന്നു.
അതിനുശേഷം ആ വാല്യൂ യുവർ ഏജ് ഈസ് പറഞ്ഞിട്ട് ആ വാല്യൂ മോണിറ്ററിൽ ഡിസ്പ്ലേ ആവുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. കമ്പൈൽ ചെയ്തു, പ്രോഗ്രാമിൽ എറേഴ്സ് ഒന്നുമില്ല, ബിൽഡ് ചെയ്യുന്നു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് റൺ ചെയ്യാം, പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മോണിറ്ററിൽ കാണാം എൻ്റർ യുവർ ഏജ്. നമുക്ക് നോക്കാം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ വർക്കായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കീബോർഡിലൂടെ ഒരു ഏജ് എൻ്റർ ചെയ്യുകയാണ്. 25 എന്നുള്ള നമ്പറാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് ആ സമയത്ത് തന്നെ അത് ഏജ് എന്നുള്ള ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കാം നമുക്ക്. അതിനുശേഷം ഈ വരി യുവർ ഏജ് ഈസ്, ആ മെമ്മറിയത്തെ ഈ വാല്യൂ മോണിറ്ററിൽ ഡിസ്പ്ലേ ആവുന്നു. യുവർ ഏജ് ഈസ് 25. പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം ചെയ്യാം. 2 നമ്പറുകളുടെ അഡീഷൻ നമുക്ക് നോക്കാം. ഞാൻ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. നേരത്തെ പോലെ സേവ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ C++ എന്നുള്ള ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലാണ് സേവ് ചെയ്യുന്നത്. ആഡ് .cpp. ഈ .cpp എന്നുള്ളത് എക്സ്റ്റൻഷനാണ്. അത് നിർബന്ധമായിട്ട് കൊടുത്താൽ അത് C++ ഫയലായിട്ട് സേവ് ആകുകയുള്ളൂ. സേവായി കഴിഞ്ഞു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ ഞാൻ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാ പ്രോഗ്രാമിലും ഇതേപോലെ തന്നെ എഴുതേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 നമ്പറുകൾ എങ്ങനെ ആഡ് ചെയ്യും എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മെമ്മറികൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻറ്റ് n1, n2, റിസൾട്ട്. ഇതാണ് 3 മെമ്മറികൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 മെമ്മറികൾ, ഒന്ന് n1 നമ്പർ 1നെ സൂചിപ്പിക്കുന്നു, 2 n2 നമ്പർ 2നെ സൂചിപ്പിക്കുന്നു, മൂന്നാമത് റിസൾട്ട് എന്നുള്ളൊരു മെമ്മറിയാണ്. നമ്മൾ 2 നമ്പറുകൾ ആഡ് ചെയ്താൽ കിട്ടുന്ന തുക സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. അഥവാ അതിൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകൾ മാത്രമേ 3 മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി കഴിഞ്ഞ പ്രോഗ്രാമിലെത്തതുപോലെ തന്നെ cout enter 2 numbers, 2 നമ്പറുകൾ എൻ്റർ ചെയ്യുക. ഇത് മോണിറ്ററിൽ എൻ്റർ 2 നമ്പേഴ്സ് എന്നുള്ള ഈ ഒരു ഡബിൾ കോട്ടേഷനുള്ളിലുള്ള ഭാഗം മോണിറ്ററിൽ അതുപോലെ കാണിക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കീബോർഡിലൂടെ 2 നമ്പർ എൻ്റർ ചെയ്യും. കീബോർഡിനെയാണ് Cin എന്ന് പറയുന്നത്. Cin ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ n1 എന്നുള്ള മുകളിൽ റെഡിയാക്കിയിട്ടുള്ള മെമ്മറി സ്റ്റോർ ചെയ്യണം. രണ്ടാമത് എൻ്റർ ചെയ്യുന്ന നമ്പർ n2 എന്നുള്ള മെമ്മറിയിൽ സ്റ്റോർ ആവണം. ഇപ്പോൾ 2 നമ്പറുകൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ആയി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഈ സംഖ്യകൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റിസൾട്ട് എന്നുള്ള മെമ്മറിയിൽ n1ലെ വാല്യൂ പ്ലസ് n2ലെ വാല്യൂ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന തുക റിസൾട്ടിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ റിസൾട്ട് എന്നുള്ള മെമ്മറി നമ്മുടെ ആഡ് ചെയ്ത തുക കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതുന്നത്. The result is അതിനുശേഷം 2 ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നിച്ച് എഴുതുന്നതാണ്. ദ റിസൾട്ട് എന്നുള്ള മെമ്മറിത്തെ വാല്യൂ. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്നുള്ള മെമ്മറിനെ എഴുതി കൊടുക്കാം. ഇപ്പോൾ റിസൾട്ട് എന്നുള്ള മെമ്മറിയിൽ ആഡ് ചെയ്ത തുക ഉണ്ട്, അത് ദ റിസൾട്ട് ഈസ് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ആദ്യം കമ്പയർ ചെയ്യുന്നു, പ്രോഗ്രാമിൽ എറേഴ്സ് ഒന്നുമില്ല, ബിൽഡ് ചെയ്യുന്നു, സക്സസ് ആയിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം എൻ്റർ 2 നമ്പേഴ്സ്. ഇത് നോക്കാം, ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കാം നമുക്ക് എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കീബോർഡിലൂടെ 2 നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഞാൻ 20ഉം 30ഉമാണ് എൻ്റർ ചെയ്യുന്നത്. ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്തു, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഈ സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയോ, കീബോർഡിൽ ഞാൻ എൻ്റർ ചെയ്തത് n1 എന്നുള്ള മെമ്മറി സ്റ്റോറായി. ഇനി അടുത്ത വാല്യൂ n2 എന്നുള്ള മെമ്മറിയിലാണ് സ്റ്റോർ ആവുക. 30 എൻ്റർ ചെയ്യുന്നു. ഞാനിവിടെ എൻ്റർ അടിക്കുന്ന സമയത്ത് അത് n2 എന്നുള്ള മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം 20ഉം 30ഉം കൂടെ
ആഡ് ചെയ്യുന്നു, കിട്ടുന്ന തുക റിസൾട്ട് എന്നുള്ള മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ദ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയ തുക ഡിസ്പ്ലേ ചെയ്യുന്നു. ദ റിസൾട്ട് ഈസ് 50. എല്ലാവർക്കും പ്രോഗ്രാം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിതിൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യാൻ പോവുകയാണ്. സബ്ട്രാക്ഷൻ ചെയ്യാൻ ചെറിയൊരു വ്യത്യാസം ഈ പ്രോഗ്രാമിൽ വരുത്തിയാൽ മതി. ഇവിടെ പ്ലസ്സിന് പകരം മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലസ്സിന് പകരം മൈനസ് ചെയ്യുക. ഇൻറ്റു ചെയ്യാനുള്ളതും സെയിം പ്രോസസ്സ് തന്നെയാണ്. പ്ലസ്സിന് പകരം സ്റ്റാർ മാർക്ക് കൊടുത്താൽ മതി. ഡിവിഷൻ ചെയ്യാനുള്ളതും സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ ഞാൻ സബ്ട്രാക്ഷൻ്റെ ഇത് മനസ്സിലായിട്ട് വിചാരിക്കുകയാണ്. ഞാൻ ഇൻറ്റു ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് തരികയാണ്. രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഈ ചിഹ്നം മാത്രം ഉപയോഗിച്ച് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. രണ്ട് നമ്പറുകൾ എൻ്റർ ചെയ്യാണ്. ഞാൻ എൻ്റർ ചെയ്യുന്നത് 4 ആദ്യത്തെ N1 എന്നുള്ള മെമ്മറി 4 സ്റ്റോറായി, 5 N2 എന്നുള്ള മെമ്മറി 5 സ്റ്റോറായി, 4ഉം 5ഉം കൂടെ ഗുണിക്കുന്ന തുക റിസൾട്ട് സ്റ്റോറായി, 20 എന്നുള്ളത് മോണിറ്ററിൽ ഡിസ്പ്ലേ ആയി. ഇനി ഡിവിഷൻ ചെയ്യുമ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഡിവിഷൻ ചെയ്യാം. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ രണ്ട് നമ്പറുകൾ എൻ്റർ ചെയ്യാണ്. ആദ്യം 10ഉം പിന്നെ 3ഉമാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് 3ആണ്. ശരിക്കും 3 വരേണ്ടതാണ്. പക്ഷെ നമ്മുടെ മെമ്മറികൾ ഇൻറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻറ്റ് വെച്ചാണ് മെമ്മറി ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകൾ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഇത് പോയിൻ്റുള്ള നമ്പറായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റിന് പകരം ഫ്ലോട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ട് മെമ്മറി ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. നമുക്കൊന്നുകൂടെ അത് വർക്ക് ചെയ്യിപ്പിക്കാം. പത്ത് 3. അപ്പോൾ നമുക്ക് 3.3333 എന്നുള്ള പോയിൻ്റുള്ള നമ്പറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ